കൂട്ടുകാർക്കും H4 ഹാപ്പിനെസ് തരകൻസ് വ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു വെറൈറ്റി സാധനമാണ് കേട്ടോ. വെറൈറ്റി സാധനം, അതെ വെറൈറ്റി വലിയൊരു സാധനമാണ്. ചക്ക, മാങ്ങ, പൈനാപ്പിളും കൊണ്ട് ഒരു വെറൈറ്റി ഹൽവയാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പം നമ്മുടെ മിക്സ്ഡ് ഫ്രൂട്ട് ഹൽവ എങ്ങനെയാണ് വെക്കേണ്ടതെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതിനായിട്ട് എന്തൊക്കെയാണ് വേണ്ടുന്നത് കാണേണ്ടവർ വന്ന് നോക്കൂ. നമ്മുടെ നാടൻ വരിക്കച്ചക്കയാണ്. വരിക്കച്ചക്ക കുരുവെല്ലാം കളഞ്ഞ് നല്ല ഒന്നാന്തരമായിട്ട് എടുത്ത് വെച്ചിരിക്കുന്നത്. അടുത്തത് പൈനാപ്പിളാണ്, നമ്മുടെ തന്നെ തോട്ടത്തിൽ നിന്ന് നമ്മൾ പറിച്ചതാണിത്. പിന്നെ പഴുക്കാൻ വെച്ച മാമ്പഴം നന്നായിട്ട് പഴുത്തിരിക്കുന്നുണ്ട്, നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. ഇനി ഞാൻ നിങ്ങൾക്ക് ഇത് കട്ട് ചെയ്ത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നമ്മൾ ഫ്രൂട്ട്സ് എല്ലാം അരിഞ്ഞ് വേണ്ട വെച്ചേക്കുന്നുണ്ട്. ഇനി നമുക്കിത് നല്ലതായിട്ടൊന്ന് പൾപ്പാക്കി എടുക്കാം. മിക്സ്ഡ് ഫ്രൂട്ട് ഹൽവയ്ക്ക് വേണ്ടിയിട്ടുള്ള ഐറ്റംസ് റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മുടെ പൈനാപ്പിൾ, മാങ്ങ, അതേപോലെ ചക്ക, ഇത് മൂന്നൂടെ അടിച്ചെടുത്തതാണ്. നല്ല പൾപ്പ് രീതിയിൽ തന്നെ അടിച്ചെടുത്തതാണ്. അതാണ് ഏകദേശം ഈ കൺസിസ്റ്റൻസിയിൽ നമുക്ക് സാധനം കിട്ടണം. ഹൽവയിൽ ചേർക്കുന്ന ഒരു മെയിൻ ഘടകമാണ് തേങ്ങാപ്പാൽ. അപ്പോൾ ഒന്നാം പാൽ തന്നെ വേണം കേട്ടോ. ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പറങ്ങാണ്ടി, അതേപോലെ പറങ്ങാണ്ടി നമുക്ക് ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇതിൻ്റെ അതിടാനായിട്ടുള്ളത്. പിന്നെ ആദ്യം നമുക്ക് ഒരു സ്പൂൺ നെയ്യ്, കുറച്ച് കപ്പലിൻ്റെയും കൂടെ നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ പാചകം തുടങ്ങാം. നമുക്കിനി വേണ്ടുന്നത് എന്താണ്? നമുക്ക് പാൻ ഇനി ഞാൻ ചൂടാക്കാം. ചൂടാക്കി പരിപാടി നമുക്ക് തുടങ്ങാം. പാൻ വെച്ചിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് ആദ്യം നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ഒഴിച്ചിട്ട് നേരെ നമ്മുടെ പൾപ്പ് ഇതിലോട്ടിടാം. നമുക്കിനി പൾപ്പ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇത് അടിക്ക് പിടിക്കാതിരിക്കണം എന്നുള്ളതാണ് ഏറ്റവും മെയിനായിട്ടുള്ളൊരു കാര്യം. അതിനാണ് നമ്മൾ ആദ്യം നെയ്യ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് സെറ്റ് ആവുന്നിടം വരെ ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കാം.
അങ്ങനെ അടപ്പയിലിരുന്ന് നന്നായിട്ട് വെന്ത് വരുന്നുണ്ട് കേട്ടോ. ഇതിലേക്ക് നമുക്ക് പഞ്ചസാരയും ഏലക്കയും കൂടെ ചേർത്ത് പൊടിച്ചത് നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. അടുപ്പത്തിരുന്ന് അലുവ അങ്ങനെ കുതുകുതാന്ന് തിളച്ച് വരുന്നുണ്ട് കേട്ടോ. കയ്യിലൊരു തുണി ചുറ്റിക്കൊണ്ട് ചെയ്യുന്നതായിരിക്കും ഇതിന് ഏറ്റവും അത്യുത്തമം. അതല്ലെങ്കിൽ നന്നായിട്ട് പൊള്ളി ഇരിക്കും കൈ. പിന്നെ പ്രത്യേകിച്ച് ഇടയ്ക്ക് ഒരു ടേസ്റ്റ് നോക്കേണ്ട ആവശ്യമില്ല. കയ്യെ പൊള്ളുന്നത് വെച്ച് തന്നെ നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ പറ്റും. അതാണ് ഇതിപ്പോൾ ഞാൻ എൻ്റെ തീ ഒന്ന് ചെറുതായിട്ട് കുറച്ച് വെച്ചിട്ടുണ്ട്. കുറച്ച് വെച്ചിട്ട് ഞാൻ അതിലോട്ട് ഇടുവാണ് നമ്മുടെ അണ്ടിപ്പരിപ്പ്, കിസ്മിസ്, അതുപോലെ നമ്മൾ നേരത്തെ വറുത്ത് വെച്ച നമ്മുടെ കപ്പലണ്ടിക്ക് ഒരു പ്രത്യേക രുചിയുണ്ട് കേട്ടോ ഇതിലിട്ട് കഴിയുമ്പം. ഇനി നമ്മുടെ അലുവ പെട്ടെന്ന് സെറ്റ് ആവാനായിട്ട് ചോളപ്പൊടി വെള്ളത്തിൽ കലക്കി നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 50 ഗ്രാം ചോളപ്പൊടിയാണ്. ചോളപ്പൊടി എടുക്കുക, വെള്ളത്തിൽ അലിയിച്ച് വെള്ളത്തിൽ കലക്കി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ ചോളപ്പൊടി കിട്ടിയില്ലെങ്കിൽ വിഷമിക്കൊന്നും വേണ്ട. ഗോതമ്പ് പൊടി ഉണ്ടെങ്കിൽ തന്നെ നമുക്കിത് ചെയ്യാവുന്നതേ ഉള്ളൂ. പക്ഷേ അതിൻ്റെ സെറ്റാവുന്ന സമയം ഇച്ചിരി കൂടുതൽ എടുക്കുന്നേ ഉള്ളൂ. തേങ്ങാപ്പാലാണ് നമുക്കിനി ചേർക്കാനുള്ളത്. അതും തേങ്ങയുടെ 1-ാം പാല് തന്നെ വേണം കേട്ടോ. അങ്ങനെ നമ്മുടെ ചേരുവകളെല്ലാം നമ്മൾ ചേർത്തിരിക്കുകയാണ്. ഇതിനി നന്നായിട്ട് തിളച്ച് നന്നായിട്ടൊന്ന് സെറ്റ് ആവുന്നിടം വരെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. അടിയിൽ പിടിച്ചു കഴിഞ്ഞാൽ അത് പന്നലായിപ്പോവും. അപ്പം സെറ്റ് ആവുന്നിടം വരെ നമ്മളിത് ഇളക്കിക്കൊണ്ടിരുന്നേ പറ്റൂ. ഒരുവിധം സെറ്റായിട്ടുണ്ട്. നമുക്കിത് ചെക്ക് ചെയ്യണം ആയിട്ടുണ്ടോ എന്ന്. അതിനൊരു വാഴയില എടുത്ത് നമുക്ക് അതിൻ്റെ മേളിൽ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് നോക്കാം. അപ്പോൾ അതായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വാഴയിലയിൽ അതിൻ്റെ സ്റ്റെയിൻസ് ഒന്നും ഉണ്ടാവത്തില്ല. ഇല്ലെങ്കിൽ നമ്മൾ പിന്നെ ഇളക്കിക്കൊണ്ടിരിക്കണം. നമ്മുടെ അലുവ ഒരുവിധം ആയിട്ടുണ്ട്. നമുക്കിനി ഒന്ന് തണുക്കാൻ വെക്കാം. തണുക്കാൻ വെക്കുന്നതിനായിട്ട് നമുക്കൊരു സ്റ്റീൽ പാത്രം എടുക്കാം. ആ സ്റ്റീൽ പാത്രത്തിൽ ലേശം നെയ്യ് ഒഴിച്ചു കൊടുക്കാം.
ഹൽവ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാലോ. ഒരു രക്ഷയില്ല, നല്ല സൂപ്പർ സ്വയംബൻ സാധനം, സ്വയംബൻ. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ചക്ക ഹലുവ. അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും ഷെയർ ചെയ്യുക, തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടും. എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബിൻ്റെ കൂടെ ബെൽ ബട്ടൺ അമർത്തുക. ഞാനിടുന്ന വീഡിയോസ് അപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. ദിസ് ഇസ് ജോബിൻ ആർത്തരക്കൻ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.